ഗായ്സ്, ദിസ് ഈസ് യുവർ സിസ്റ്റർ അന്നാമരിയ. അപ്പോൾ നമ്മൾ കുറച്ചധികം കാലം വെയിറ്റ് ചെയ്തിട്ടുള്ള 12th റിസൾട്ടാണ്. SSLC റിസൾട്ട് എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ജയിക്കോ, മാർക്ക് എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും ഫസ്റ്റ് എക്സാം, അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഈ ഒരു റിസൾട്ടിന് അത്ര വലിയ ടെൻഷനൊന്നുമില്ല. 3 മണിക്ക് 3:30 റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞാൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒക്കെ ആകുമ്പോഴേക്കും നല്ല ടെൻഷനൊക്കെ കൈ കളിക്കും വരയ്ക്കുന്നു 100% ഉറപ്പാണ്. ഇപ്പോൾ ഭയങ്കര കൂളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഡിസ്ക്ലൈമറായിട്ട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ എനിക്ക് ഫുൾ A+ഓ ഫുൾ മാർക്കോ ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും കാണരുത്. ഞാൻ പഠിപ്പേയല്ല, എനിക്ക് പിന്നെ ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രഡിക്ഷൻ പോലെ പറയാം. എനിക്ക് ഒരു +1 എനിക്ക് 85 കിട്ടിയത്, 85%. എനിക്ക് 3 A+, 2 A, 1 C+ ആയിരുന്നു. എനിക്കൊരു നാണമല്ലോ ഇത് പറയാം, ഒരു C+ ആയിരുന്നു. ഈ C+ കിട്ടിയത് മാത്സിലായിരുന്നു. ഞാൻ 1 to 10, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. +1 വന്ന സമയത്ത് വലിയ രീതിയിലൊന്നും ഞാൻ എഫക്റ്റ് ചെയ്തില്ല. പക്ഷേ ഫസ്റ്റ് തീരെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കെമിസ്ട്രിക്കും പഠിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ലീവ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കും. ഒന്നും പഠിക്കാൻ പറ്റില്ല, ലോസ്ക്ക് കാണാണ്ട് പഠിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ ഓക്കെ, പിന്നെ ബേസിക് എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജയിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ എനിക്ക് 3 A+, 2 Aയും 1 C+ കിട്ടി. അങ്ങനെ ഞാൻ കുറേ ആൾക്കാർ എന്നെ കളിയാക്കി, റിലേറ്റീവ്സൊക്കെ പറഞ്ഞു നിനക്ക് C+ അല്ലേ, മാത്സിൽ ഭയങ്കര മാർക്ക് കുറവല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്സിൽ എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല. എനിക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അങ്ങനെ +1 കാര്യം അങ്ങനെ 17 മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതി മാറ്റി കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് അപ്പോൾ 88.5 ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇനി +2 റിസൾട്ട് ഇന്നറിയും. അപ്പോൾ പെർസെൻറ്റേജ് എൻ്റെ പ്രഡിക്ഷൻ എനിക്ക് ചിലപ്പോൾ ഒരു 85 എബോവ്, ഒരു 90 എന്തായാലും എത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഫുൾ A+ എന്തായാലും കിട്ടില്ല, കാരണം മാത്സ് മര്യാദയ്ക്ക് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ കെമിസ്ട്രി അറിയാമല്ലോ, ജയിക്കുമോ എന്നാണ് എനിക്ക് സംശയം. ജയിച്ചില്ലെങ്കിൽ ഈ വ്ളോഗ് ഞാൻ മിക്കവാറും ഡിലീറ്റ് ആക്കേണ്ട ഒരു പേടിയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല പേടിയുണ്ട്. ഞാൻ ഭയങ്കര ഹോപ്പായിട്ട് റിസൾട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്ന് പറയുക. അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം. സമയമായിട്ടില്ല, ഇനി കുറച്ച് സമയമുണ്ട്. അതുവരെ നമുക്ക് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റിസൾട്ട്, ഇത് ഏകദേശം 3:30 ആവാറായുണ്ട്, 3:25 ആയുണ്ട്. റിസൾട്ട് വരുന്നൊക്കെ പറഞ്ഞാൽ കുറേ നോക്കി ഗൈസ്, എനിക്ക് കിട്ടണില്ല. ഇനിയിപ്പോൾ സമയം സൈറ്റിന് ഇന്ന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇത്ര സമയം നമുക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. സോ ഞാൻ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചു നോക്കാം. പ്ലീസ് വെയിറ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. റിസൾട്ട് വന്നു, മറിച്ച് വയ്ക്കുന്നില്ല റിസൾട്ടൊന്നും. എനിക്ക് 4 A+, 2 A ഗ്രേഡ് ഉണ്ട് ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് 2 A+, എനിക്ക് 3 A+ കിട്ടുന്ന. പിന്നെ എനിക്ക് B+, C+ ഒന്നും, എനിക്ക് 2 A ഗ്രേഡും ഉണ്ട്. കെമിസ്ട്രിയിലും മാത്സിന് എനിക്ക് A ഗ്രേഡ്, ബയോളജി, ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷിലൊക്കെ എനിക്ക് A+ ആണ് ഗൈസ് ഉള്ളത്. ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. എനിക്ക് ടോട്ടൽ 1075 ഉണ്ട്. പെർസെൻറ്റേജ് നോക്കട്ടെ ഗൈസ്. 89.5833. അപ്പോൾ നമുക്കൊരു 90% ഏകദേശം നമുക്ക് അപ്രോക്സിമേറ്റ്ലി വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ റിസൾട്ട് വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് റിസൾട്ട് കണ്ടുല്ലോ. എനിക്കിത് പറയാനുള്ളത് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നെയാണ്, അയ്യോ പഠിച്ചില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് എനിക്കില്ല. ഞാൻ എൻ്റെ മാക്സിമം എനിക്ക് പറ്റണ രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം മാർക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, 4 A+. പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, അവർക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ കെമിസ്ട്രിയിൽ 1-2 മാർക്ക് പോയതുകൊണ്ട് അവർക്ക് അവരുടെ ഫുൾ A+ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് അതിന് സങ്കടമുണ്ട്. പിന്നെ കുറച്ച് പേര് തോറ്റ് എന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ വലിയ മോട്ടിവേഷനൊന്നും എനിക്ക് തരുന്നില്ല. എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വലിയ മാർക്കൊന്നും എനിക്കുമില്ല. പക്ഷേ അതിലൊരു വിഷമവും എനിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ നിങ്ങളുടെ സ്കോർ എന്ന് പറയണത് ഇത് ഒരിക്കലും നിങ്ങളുടെ ഭാവിനെ കാണിക്കില്ല.
നിങ്ങൾ ഇനിയാണ് ശരിക്കും ഇതെന്ന് പറയുന്നത് സ്കൂൾ ജീവിതത്തിൻ്റെ അവസാനം മാത്രം. നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ കാര്യം മനസ്സിലായില്ലേ, 10ാം ക്ലാസ്സിന് ഒന്നുമല്ല എന്ന്. +2 റിസൾട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലായതൊക്കെ ഒന്നുമല്ല, നമുക്ക് ഇനിയാണ് ശരിക്കും ഉള്ളതെന്ന്. ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടുകാരോ നാട്ടുകാരോ മോനെ ഫുൾ A+ ഇല്ലേ, ഫുൾ മാർക്കില്ലേ എന്ന് ചോദിച്ചു വന്നാൽ നമുക്ക് കിട്ടിയ മാർക്ക് മറച്ചു വെക്കേണ്ടത് പറയാം. അതന്നെ. ഇനിയിപ്പോൾ കൂടുതലായിട്ട് റീവാലുവേഷൻ കൊടുക്കാം. ഇനിയിപ്പോൾ എക്സാം ചെയ്തോ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, കാത്തിരിക്കേണ്ട. ഞങ്ങൾ ആരും വിഷമിച്ചിരിക്കാൻ പാടില്ല, മാക്സിമം എൻജോയ് ചെയ്യാം. നമുക്ക് കിട്ടിയ മാർക്ക് നമ്മുടെ മാർക്കാണ്, അതിലൊന്നും തകരരുത്, അത്രയും പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നതായിരിക്കും. ബായ്.